ശരീരത്തിൽ ആത്മാവുകൾ കൂടുന്നത്. അതിനെ പിടിച്ച് പൂർണ്ണമായിട്ട് ഇവിടെ തറച്ച് നിർത്തുന്നതാണ് ഈ അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിലും ആ ചെമ്പകത്തിലുമായിട്ട് തറയ്ക്കുന്നതാണ്. ഇത് വിശ്വാസികൾ വന്ന് ചെയ്യിക്കുന്നതാണ്. അതങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ അത് ബുദ്ധിമുട്ട് പൂർണ്ണമായി ഒഴിവാകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതിന് പ്രത്യേക നേർച്ച എന്താണ്? നേർച്ചയല്ല, ഇത് കാഞ്ഞിരം പാവയാണ്. കാഞ്ഞിരം പാവ അതിൽ ചെറുപ്പാണ്, ഇരുമ്പാണ്. ഇതുപോലെ നമ്മൾ ഒത്തുകൂടിയത് സീതാതീർത്ഥത്തിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ ഒരു തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ തിരക്കിലാണ് സ്വീകരിക്കണേ. വയനാട്ടിൽ നിന്നും നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മോടൊപ്പമുള്ള ഓക്കെ, ഇത് നമ്മളുടെ ഭാവി തലമുറയ്ക്ക് ഒരു മുനിയുടെ മന്ദഗാനം കേട്ടുറങ്ങി. നമസ്കാരം, ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഗോത്രവർഗക്കാർ അഗസ്ത്യമലയിലേക്ക് യാത്ര തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. മാന്യ പ്രേക്ഷകരോട് പറയാം, ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഗോത്രവർഗക്കാർക്ക് അവരുടേതായ പരമ്പരാഗത ആചാര അനുഷ്ഠാന കർമ്മങ്ങളുണ്ട്. അവരുടേതായ കാര്യസാധ്യത്തിനായി ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ ഇവിടെ വരുന്നവരിൽ കൂടുതൽ പേരും അന്യ മതസ്ഥർ എന്നുള്ളതാണ് കൗതുകം. ഇത്തരം കർമ്മവിശ്വാസങ്ങളുടെ പ്രചാരകനല്ല ഞാൻ എന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ശിവരാത്രി ദിവസം അഗസ്ത്യാർ സ്വാമിക്ക് പൂജ ചെയ്യാനുള്ള അവകാശം ഗോത്രവർഗക്കാർക്ക് മാത്രം പരമ്പരാഗതമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ പ്രധാന കവാടത്തിന് അരികിലായി അഗസ്ത്യാർ സ്വാമിക്ക് സ്ഥാനം നൽകിയിട്ടുള്ളതാണ്. അതും തമ്പുരാന് അഭിമുഖമായി ആണ് ആ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. ലിസ്റ്റ് പരിശോധിച്ച് യാത്രയ്ക്ക് വന്നവരുടെ ആധാർ കാർഡും അഡ്രസ്സുമൊക്കെ ഒത്തുനോക്കി നമ്പരൊക്കെ ക്രമപ്പെടുത്തിയാണ് പ്രവേശനം സാധ്യമാക്കുന്നത്.
എന്താണ് ഇങ്ങനെ ഈ കമ്പ് ഈ ബ്ലാക്കിൽ അടിച്ചിരിക്കുന്നത്? അത് ദുർവാദ പിടിച്ച് തറയ്ക്കുന്നതാണ്. ദുർവാദ, അതായത് തൊട്ട് കാണിച്ചു ഈ സാധനം എന്ന് പറയുന്നത് ദുർവാദ പിടിച്ച് തറയ്ക്കുന്നതാണ്. ദുർവാദ, അതായത് ഈ ആൾക്കാർക്ക് ഈ അങ്കിരങ്ങൾ തുള്ളലുമായിട്ട് വരുന്നത്, ശരീരത്തിൽ ആത്മാവുകൾ കൂടുന്നത്, അതിനെ പിടിച്ച് പൂർണ്ണമായിട്ട് ഇവിടെ തറച്ച് നിർത്തുന്നതാണ് ഈ അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതിലും ആ ചെമ്പകത്തിലുമായിട്ട് തറയ്ക്കുന്നതാണ്. ഇത് വിശ്വാസികൾ വന്ന് ചെയ്യുന്നതാണ്. അതങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി അത് ഒഴിവാകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇതിന് പ്രത്യേക നേർച്ചയുള്ള എന്താണ്? ഇത് നേർച്ചയല്ല, ഇത് കാഞ്ഞിരം പാവയാണ്. കാഞ്ഞിരം പാവ, അതിൽ ചെമ്പാണി, ഇരുമ്പാണി.
ഇവിടെ കൂടിയിട്ടുള്ള നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർ, നമ്മളിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്തെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഒത്തുകൂടിയത് സീതാതീർത്ഥത്തിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ ഒരു തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അത് എങ്ങോട്ടാണ് എന്നും അതിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്താണെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇവിടെ വിശദീകരിക്കാതെ തന്നെ അറിയാവുന്നതാണ്. വളരെ ഭക്തി നിർഭരമായ ഒരു ഘോഷയാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു 14 കിലോമീറ്ററോളം നടന്ന് ഉച്ചഭക്ഷണം, അതിനുശേഷം വീണ്ടും അതുപോലെ ഒരു 7-8 കിലോമീറ്ററോളം നടന്ന് നമ്മൾ അതിരിമലയിൽ എത്തുകയും അതിരിമലയിൽ നമ്മളുടെ പാരമ്പര്യമായ പൂജകളും മറ്റ് ആചാരങ്ങളും അനുഷ്ഠിച്ച് നാളെ രാവിലെ നമ്മളെ പൊങ്കാലപ്പാറ അഗസ്ത്യ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. അപ്പം ഈ യാത്ര ദൈവാനുഗ്രഹത്താൽ വളരെ ശുഭ പര്യവസാനം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ചടങ്ങ്, ഒപ്പം നമ്മളുടെ പൂജാരി ഗീതം ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നടത്തുന്നത് നമ്മളുടെ എല്ലാ പരിപാടികൾക്കും വർണ്ണ ശോഭയേകുന്ന നമ്മുടെ കൊച്ചുകുട്ടികളുണ്ട്. സീതാതീർത്ഥത്തിലേക്കുള്ള യാത്രയിൽ നമ്മളുടെ പ്രോഗ്രാമിൽ ഏറ്റവും ആകർഷകമായിരുന്നത് രാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ, ലവൻ, അതുപോലെ താലപ്പൊലി ഒക്കെ ഈ വേഷം കെട്ടിയ നമ്മുടെ കുട്ടികൾക്ക് ആ ഓരോരുത്തർക്കും നമ്മൾ ഒരു ചെറിയ മൂമെൻ്റ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ട്രസ്റ്റിൻ്റെ വകയായിട്ട് മൂമെൻ്റ് ആ ഉപഹാരം നൽകുവാൻ ട്രസ്റ്റ് എൻ്റെ രക്ഷാധികാരി ശ്രീ മോഹൻ ത്രിവേണി, ബാക്കി പ്രസിഡന്റ്, ബാക്കി നമ്മുടെ AMS പ്രവർത്തകർ, പിന്നെ വയനാട്ടിൽ നിന്നുള്ള ഭാസ്കർജി, പിന്നെ സുരേഷ് മിത്ര ഒക്കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പം അത് ഏറ്റുവാങ്ങുവാൻ ആയി കുട്ടികളെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പം അവർ പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോരുത്തരും വരേണ്ടതാണ്.
അതിനു മുമ്പായിട്ട് നമ്മുടെ ഞാൻ രക്ഷാധികാരിയെ നമ്മുടെ ട്രസ്റ്റ് പ്രസിഡന്റിനെ ആദരപൂർവ്വം 2 വാക്ക് സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ പേരിൽ നമസ്കാരം. നമ്മളിന്ന് ഒരു തീർത്ഥാടന യാത്രയ്ക്ക് നമ്മൾ പുറപ്പെടുകയാണ്. നമ്മൾ പാരമ്പര്യമായി അഗസ്ത്യകൂടത്തിൽ അഗസ്ത്യമുനിയെ പൂജിക്കുന്ന ഒരു വിഭാഗം ജനതയാണ് നമ്മുടെ കാണിക്കാരായിട്ടുള്ള ആളുകൾ. അത് ഇന്ന് ആ പൂജ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഒരു 100ഓളം ഭക്തരാണ് ഇന്ന് ഈ മുണ്ടണി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. എല്ലാ വർഷവും മുണ്ടണി ശ്രീ മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് 40-50 ദിവസം വ്രതമെടുത്ത് എത്തിയിട്ടുള്ള ഭക്തരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അഗസ്ത്യകൂടം ക്ഷേത്ര കാണിക്കാർ ട്രസ്റ്റും അതുപോലെ പൊന്മുടി സീതാതീർത്ഥ ട്രസ്റ്റും ഒക്കെ നിലകൊള്ളുന്നത് നമ്മുടെ ഈ 2 ആരാധനാ കേന്ദ്രങ്ങളെ അവിടെ പൂജ നടത്തുന്നതിനും നമ്മുടെ ഈ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഭഗവാന്മാരുടെയൊക്കെ അനുഗ്രഹം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആളുകളെയൊക്കെ കൂട്ടി വളരെ ഭംഗിയായിട്ട് ഓരോ വർഷവും നമുക്ക് ഈ 2 ആരാധനാ കേന്ദ്രങ്ങളിൽ നമുക്ക് ഇത്രയും ഭക്തരുമായി പോയി പൂജ നടത്താൻ നമുക്ക് കഴിയുന്നത്. പൂജ നടത്തുന്ന കാര്യത്തിലൊക്കെ കുറേ പ്രതിസന്ധികൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് നേരിടേണ്ടി വന്നിട്ട് നമ്മുടെ അവകാശങ്ങൾ ഹരിക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ നമ്മുടെ വകുപ്പുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും ഞങ്ങൾ ഭയപ്പെടാതെ കൃത്യമായി നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരാഴ്ചത്തെ പ്രവർത്തനം വളരെ യാതനയോടുകൂടി നമുക്ക് പറയാതിരിക്കാൻ വഴിയില്ല. പക്ഷെ എന്തായാലും ഭഗവാൻ ഞങ്ങളെ കൂടെ ഉണ്ട്, നമ്മളോടൊപ്പമുണ്ട്. ആ യാത്ര നമ്മളെ പരിപൂർണമായി നമ്മളെ അതിൻ്റെ സമാപ്തിക്ക് നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുമെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് എത്തിയിരിക്കുന്നത് മുണ്ടണി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര ഇവിടുന്ന് പുറപ്പെടുകയും നമ്മുടെ അന്നദാനം എന്ന് പറയുന്നത് നമ്മുടെ വ്ളാവിള ഒരു താവളമുണ്ട്. ആ താവളത്തിൽ അവിടെ എത്തിച്ചേരുകയും അവിടുത്തെ ആ പ്രദേശത്തുള്ള നമ്മുടെ ഗോത്ര സമൂഹത്തിലും ഇതിൽ പങ്കെടുക്കുന്ന ഭക്തരും അടങ്ങുന്ന ആളുകൾ അവിടെ നിന്ന് അന്നദാനം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ 14 കിലോമീറ്ററോളം നമ്മൾ നടന്ന് നേരെ അതിരമലയിൽ എത്തിച്ചേരും. അവിടെ നമ്മുടെ പൂജാരിമാരുടെ സംഘം അവിടെ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് അതിരമലയിൽ എത്തിച്ചേർന്ന് വൈകിട്ട് 6 മണിയോടുകൂടി അതിരമലയിൽ എത്തിച്ചേരും. അവിടെ വൈകിട്ട് നമ്മുടെ ഗോത്ര ആചാരപ്രകാരമുള്ള പൂജയുണ്ട്. അതുപോലെ തന്നെ അവിടെ ചാറ്റ് ഭജനയൊക്കെ അവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ ഇന്ന് നമ്മളവിടെ ക്യാമ്പ് ഷെഡിലായിരിക്കും നമ്മളെല്ലാവരും തങ്ങുന്നത്. നാളെ രാവിലെ നമ്മളവിടെ നമ്മുടെ ഗോത്ര സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നാളെ അതിരമലയിൽ ദേവസ്ഥാനത്ത് പൊങ്കാല അർപ്പിക്കാൻ നിരവധി നമ്മുടെ ഗോത്ര സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നാളെ അവിടെ എത്തുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിൽ എല്ലാവരും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരാവേശത്തിലാണ്. ഭഗവാന് പൂജ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് അഗസ്ത്യവനത്തിലുള്ള എല്ലാവരും സജ്ജരായിരിക്കുകയാണ്. നമ്മൾ രാവിലെ അവിടെ പൊങ്കാലയായിരിക്കും. ആ പൊങ്കാല കഴിഞ്ഞിട്ടാണ് നമ്മൾ കുമ്പക്കുടം നിറച്ചുകൊണ്ട് നമ്മൾ നേരെ അഗസ്ത്യ സന്നിധിയിൽ അതുപോലെ നമ്മുടെ പൊങ്കാലപ്പാറയിൽ നമുക്ക് പ്രത്യേക ആചാരപ്രകാരമുള്ള പൂജകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് വൈകിട്ട് 4 മണിയോടുകൂടി സന്നിധാനത്ത് എത്തിച്ചേരും. അവിടെ അഗസ്ത്യ ഭഗവാന് നമ്മുടെ മഹാശിവരാത്രി പൂജയുടെ ഭാഗമായിട്ട് ഗോത്രവർഗ്ഗക്കാർ തിനയും തേനും അതുപോലെ പുഷ്പവും ഒക്കെ അർപ്പിച്ചുകൊണ്ട് പഴവർഗ്ഗങ്ങളും കാട്ടുപൂക്കളും ഒക്കെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹാശിവരാത്രി പൂജയാണ് നമ്മൾ അവിടെ നടത്തുന്നതിന് വേണ്ടി നമ്മളെ എല്ലാ പരിപാടികളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി നടക്കും. അതിന് ചില പ്രതിസന്ധികൾ ഉണ്ടായാൽ തന്നെയും കൃത്യമായിട്ട് നടത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഭഗവാൻ ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ഭഗവാനെ ഈ പൂജ ഈ ദിവസത്തേക്ക് പ്രത്യേകം സമയം കണ്ടെത്തി ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പല നാനാ തുറകളിലുള്ള ആളുകൾ നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഭക്തർക്കും അങ്ങോട്ട് വരാൻ നിൽക്കുന്നവരും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഭക്തർക്കും ഈ തമ്പുരാന്റെയും ആ തമ്പുരാന്റെയും സർവ്വദേവന്മാരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ പൊന്മുടിയിൽ നമുക്ക് ഒരു വലിയ നല്ലൊരു പരിപാടി നമ്മുടെ പൊന്മുടി ശ്രീരാമദേവ ക്ഷേത്രത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ പരിപാടി നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. അവിടെ നമ്മൾ പ്രത്യേകം ഗോത്ര ആചാരപ്രകാരം തന്നെയാണ് അവിടെ നമ്മൾ പരിപാടി നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഘോഷയാത്ര അവിടുത്തെ ഘോഷയാത്ര അല്ലായിരുന്നു, അവിടുത്തെ നമ്മുടെ താലപ്പൊലി ആയിരുന്നു അതിൻ്റെ പ്രധാനമായിട്ടുള്ളത്. ആ താലപ്പൊലി നമ്മുടെ കുട്ടികൾ നമ്മുടെ കല്ലാർ നിവാസികളായിട്ടുള്ള നേരത്തെ ഇവിടെ സാറ് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ രാമന്റെയും കൃഷ്ണന്റെയും സീതയുടെയും ഒക്കെ വേഷമണിഞ്ഞുകൊണ്ട് അവർ നമ്മുടെ താലപ്പൊലി യാത്രയിൽ അവർ വന്നിരുന്നു. അത് വളരെ ശ്രദ്ധേയമായിരുന്നു. രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവരുടെ നമ്മുടെ ആ പരിപാടി ആ കൊച്ചുകുട്ടികൾ ആ രാമനും ശ്രീരാമനും സീതയും ഒക്കെ ആയിട്ട് വന്ന ആ വേഷങ്ങൾ എല്ലാ സ്ഥലത്തും എല്ലാവരുടെയും മനസ്സുകളിൽ എത്താൻ കഴിഞ്ഞു. അത് അവരുടെ ആ കഴിവിന് ഈ ഭഗവാന്റെ മുന്നിൽ വെച്ച് അവർക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. തുടർന്നും അവർ നല്ല രീതിയിൽ അവർക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ. അവർക്ക് ഞങ്ങൾ ഒരു ചെറിയ സംഭാവന ഇവിടെ വെച്ച് ചെറിയൊരു മൊമെന്റോ കൊടുക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ ആദരപൂർവ്വം നമ്മൾ ഇതിലേക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തർക്കും അഗസ്ത്യകൂടം ക്ഷേത്ര കാണിക്ക ട്രസ്റ്റിന്റെ പേരിൽ
എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ മുണ്ടടി മാടം തമ്പുരാൻ ക്ഷേത്രത്തിലെ ഭാരവാഹികളെ, പ്രത്യേകിച്ച് വിനോദ് ചേട്ടൻ, നമ്മളെ എത്രയോ വർഷം കൊണ്ട് ഈ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇതിനെല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു തരുന്ന ഒരു വലിയ വ്യക്തിയാണ്. അതുപോലെ ഇവിടുത്തെ പൂജയുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകൾ, അതുപോലെ നമ്മുടെ ഇത്രയും ആളുകൾ ഇതിൻ്റെ പിന്നിൽ നമുക്ക് സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും, നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പം എല്ലാ ഒരുക്കങ്ങളും ഈ മുണ്ടടി മാടം തമ്പുരാൻ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ നമ്മുടെ വിനോദ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാ അറേഞ്ച്മെൻറ്റും നടത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മീഡിയക്കാർ, നമ്മുടെ മീഡിയയിൽ നമ്മുടെ ഫോട്ടോ മീഡിയ, അതുപോലെ തന്നെ നമ്മുടെ കോട്ടൂർ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ ഈ പൂജയുടെ ഭാഗമായിട്ട് എപ്പോഴും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള എല്ലാ മീഡിയക്കാരെയും പത്രക്കാരെയും ഒക്കെ ഞങ്ങൾ ഈ ഭഗവാന്റെ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ കർമ്മം നടത്തുന്നതിലേക്ക് വേണ്ടി എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഇനി രജിസ്റ്റർ ചെയ്യാനുള്ളവർ അടിയന്തരമായി രജിസ്റ്റർ ചെയ്യണം. മറ്റേ ഈ ചടങ്ങ് ഇപ്പോൾ ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പം രക്ഷാധികാരി പറഞ്ഞതുപോലെ നമ്മളുടെ ആ സ്നേഹോപകാരം നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് നൽകാനായി ഞാൻ നമ്മളുടെ ട്രസ്റ്റ് രക്ഷാധികാരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം ആദ്യമായി ഹനുമാനായി വളരെ മനോഹരമായ വേഷമിട്ട 2 പ്രാവശ്യം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ശിവാദു എന്ന കുട്ടിയെയാണ്. ശിവാദു അത് സ്വീകരിക്കുന്നത്. ഓക്കെ ശിവാദു, താങ്ക് യു. അടുത്തതായി 11 ആയി വേഷമിട്ട മൊട്ടമൂട് നിവാസി ആദിനന്ദിനെയാണ് ക്ഷണിക്കുന്നത്. അത് കൊടുക്കാനായി ഞാൻ മിസ്റ്റർ സെക്രട്ടറി സുരേഷ് ശശികുമാർ സാർ ഉണ്ടോ? ഇല്ല. അപ്പം സുരേഷ് മിത്ര അറിയാം. അടുത്തതായി സീതയെ വളരെ മനോഹരമായി വേഷമിട്ട നമ്മളുടെ മന്ത്രിയൊക്കെ സ്വീകരിച്ച വന്ദനയാണ്. വന്ദന സുരേഷ് വന്ദനയ്ക്ക് നമ്മുടെ സെക്രട്ടറി, പ്രിയങ്കരനായ സെക്രട്ടറിയാണ് കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു വന്ദന. അടുത്തത് ശ്രീരാമനായി വേഷമിട്ട മൈഥിലിയാണ്. മൈഥിലി ഇല്ലെങ്കിൽ മതിലയുടെ ആർക്കെങ്കിലും വന്ന് വാങ്ങിക്കുന്നതായിരിക്കും. നമ്മുടെ സഭയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. കുട്ടപ്പൻ സാർ ഇല്ലെങ്കിൽ വില്യാണ്. കുട്ടപ്പൻ സാർ തിരക്കിലാണ്. അടുത്തത് വൈദേഹിയായി വേഷം ധരിച്ച ലക്ഷ്മണനായി വേഷം ധരിച്ച വൈദേഹി, തെറ്റുപോയി. ലക്ഷ്മണൻ ആയി വേഷം ധരിച്ച വൈദേഹി അത് സ്വീകരിക്കാനായി വയനാട്ടിൽ നിന്നും നമ്മളുടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മോടൊപ്പമുള്ള ശ്രീ ഭാസ്കർജിയാണ് അദ്ദേഹം. അതെ. ഇനി താലപ്പൊലി, നമ്മുടെ വർണ്ണശബളമായ ആ താലപ്പൊലിക്ക് വളരെ ഭംഗിയായിട്ട് ആ കോപ്പം അതിന് അനഘ പ്രശാന്താണ്. അപ്പൊ അനഘ പ്രശാന്തിന്റെ അമ്മയല്ലേ കൂട്ടുകാരി അനഘയ്ക്ക് വേണ്ടിയിട്ട് അത് ഏറ്റുവാങ്ങുന്നു. നമ്മുടെ ബഹുമാനായി പോറ്റിയത് നൽകുന്നതായിരിക്കും. ഓക്കെ, ഇത് നമ്മളുടെ ഭാവി തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ്. ഇനി അടുത്ത പരിപാടികളിൽ നമ്മുടെ വർണ്ണശബളമാക്കാൻ നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മളുടെ ട്രസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ ആ ട്രസ്റ്റിനെയും അഭിനന്ദിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മലമുകളിൽ നിൽക്കും ഈശ്വരനീ വാൽമീകിയെന്നും വിളിച്ചു, മണ്ണിൽ നലയുമീ മനുഷ്യ ജന്മത്തിനു മന്ത്രഗാനവുമായി വന്നു മുനിദേവൻ, മന്ത്രഗാനവുമായി വന്നു. മലമുകളിൽ നിൽക്കും ഈശ്വരനെ വാൽമീകി എന്നും വിളിച്ചു, ഭഗശ്യാമലയുടെ മുകളിൽ ഞാനന്ന് ഒറ്റയ്ക്കും നേരുന്നു, ഞാൻ ഒറ്റയ്ക്കു നേരുന്നു. മുനിദേവര നാം
അഗസ്തീശ്വരനുടെ മന്ത്രഗാനം കേട്ടു ഞാൻ മന്ത്രഗാനം കേട്ടുറങ്ങിയിരുന്നു അഗസ്ത്യമുനിയുടെ മന്ത്രഗാനം കേട്ടുറങ്ങിയിരുന്നു പൂമരക്കാട്ടിൽ ഞാനിരുന്നു പൂമരക്കാട്ടിൽ ഞാനിരുന്നു പൂമരക്കാട്ടിൽ ഞാനിരുന്നു പൂമരക്കാട്ടിൽ ഞാനിരുന്നു. ഇദ്ദേഹം എന്താ പാടിയിട്ട് അങ്ങനെ കരഞ്ഞു പോയോ? അവിടെയാണ് എന്റെ സംഭവം. അപ്പം എത്ര പ്രാവശ്യം ആശ്രമത്തിൽ പോയിട്ടുണ്ട്? എത്ര പ്രാവശ്യം? ഞാൻ ഒരുപാട് വർഷം കൊണ്ട് ഞാൻ അഗസ്ത്യന്റെ വിദ്യ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ചാറ്റ് അറിയാം. ചാറ്റ് അഗസ്ത്യന്റെ ഞാൻ വെറുതെ
നമ്പർ 3 4 4
5 5 5 ഒന്ന് വരി ഇങ്ങോട്ട് അവിടെ നമ്പറെ വിളിക്കണ്ടേ? നമ്പർ ശ്രദ്ധിച്ചവിടെ കേൾക്കുന്നു. വണ്ടി ഇല്ലാത്തവരൊന്നും പറയണ്ടേ? 25 ഇല്ലല്ലോ. പറയാനുള്ളത് പറയണ്ടേ? 27 ഈ കണ്ടീഷൻ 27 28 29 ഇല്ല വണ്ടിയുള്ളൊരു വണ്ടിയുണ്ട് ഇവിടെ. വണ്ടി ഏതുവരെ പോകും? വണ്ടി വിളാവളം വരെ പോകും. ഇവിടെ എത്ര ദൂരം? 12 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര നടക്കണം? എത്ര കിലോമീറ്റർ? പിന്നെ 12 കിലോമീറ്റർ പിന്നെ നടക്കണം. അതിന് 12 ഉള്ളൂ. അല്ല അത് കഴിഞ്ഞ് നാളെ മറ്റേ 9 കിലോമീറ്റർ 63 64 65 66 67 വേണ്ട 67 പോക്കോ. 65 66 വിളിക്കാത്ത നിങ്ങൾ അതുവരെ വരുന്നോ? അതുവരെ വരണി വന്നോ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. സാറിൻ്റെ പേര്? റെജി. എൻ്റെ പേര് റെജി. താമസം മാരിനാട്. ഇവിടെ ഇവിടെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഇന്നിപ്പം കുറച്ച് ആൾക്കാർ, അതായത് ആദിവാസികളെ നമ്മൾ ഈ അഗസ്ത്യ വനത്തിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അതേസമയം മറ്റു ഉള്ള ഒരു വിഭാഗത്തിലുള്ള ആരെയും കയറ്റിയിട്ടില്ല. ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ പൂജ ചെയ്യാൻ ആദിവാസികൾക്ക് മാത്രമാണ് പരമ്പരാഗതമായിട്ട് അവകാശമുള്ളത്. ആ നിലയ്ക്കാണ് അവർക്ക് പ്രത്യേക പാസ് കൊടുത്ത്. ഇന്നിപ്പോൾ എത്ര ആദിവാസികൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും? നമ്മളെ ലിസ്റ്റും പ്രകാരം 77 പേരാണ് ഇതിൽ കടന്നു പോയിരിക്കുന്നത്. അവർ ലിസ്റ്റ്. അവരിന്ന് എന്നാണ് തിരിച്ചു വരുന്നത്? 2-3 ദിവസം എടുക്കും. 2-3 ദിവസം എടുക്കും. അപ്പോൾ ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് ആരാണ്?
ലിസ്റ്റ് തയ്യാറാക്കിയത് വൈൽഡ് ലൈഫ് വാർഡിൽ അവിടെ നിന്നാണെങ്കിൽ തയ്യാറാക്കുന്നത്. അപ്പം അതിൻ്റെ അധികാരപ്പെട്ടവർ തയ്യാറാക്കുന്നു, നിങ്ങളെ കയ്യിൽ കിട്ടുന്നു. അപ്പം നിങ്ങൾ അവിടെ നിന്ന് വരുന്ന ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കാൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ചുമതല. അത്രയേ ഉള്ളൂ. you not a करोड़पति? आप करोड़पति क्यों नहीं हो यार? बच्चा बच्चा करोड़पति बन रहा है. Young kids are making crore plus. They're in 20s. Why are you still struggling to make money? Now there could be many reasons